ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇപ്പോൾ 11 മണിക്കാണ് ഞാൻ 11 മണിക്കല്ല, ഒരു 10:45 ആയപ്പോൾ എഴുന്നേച്ചിട്ടുണ്ടാകും. ഞാൻ പോയി ബ്രഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം, പിന്നെ ഒരു ചെരുപ്പ് എടുക്കണം, പിന്നെ എനിക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ 2-3 ചാപ്റ്റേഴ്സ് പെൻഡിങ് അത് പഠിച്ച് തീർക്കണം. അപ്പം ഞാനൊന്നും കഴിച്ചിട്ടില്ല. ആദ്യം പോയി നമുക്ക് എന്താ തിന്നാനുള്ളത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും പുട്ടാവാനാണ് സാധ്യത, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം പുട്ടാണ്. താഴെ നിറച്ചും പാട്ടാണ് ഗൈസ്. എൻ്റെ അനിയനൊരു പരിപാടിയുണ്ട്, എന്താ പറയുക, രാവിലെ തന്നെ ടി വിയിൽ പാട്ടും വെച്ച് ഭയങ്കര സൗണ്ടിൽ കടലക്കറി. അപ്പം ഗൈസ്, നമുക്ക് ജുഗുനു എന്താ ചെയ്യുന്നത് നോക്കാം. എൻ്റെ ജുഗുനു ബേബി, ജുനു 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 ബേബി. ഇതെന്തായാലും ഗൈസ്, ജുനുവിനെ കെട്ടി തൂണൊക്കെ ഇങ്ങനെയായി ഇവിടെ. അതിൻ്റെ ചങ്ങല കൊണ്ട് ഇങ്ങോട്ട് വാ, ഇവിടെ വെയിൽ കുറവ്. ഇങ്ങോട്ട് വാ ജുനു ബേബി, എൻ്റെ ജുനു ബേബി, എൻ്റെ ജുനു ബേബി, എൻ്റെ ജുനു ബേബി. ഇങ്ങനെ കിടന്ന് വരും ഗൈസ്. അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇക്കിലേക്ക് കൊടുക്കണം. വല്ലാത്ത സാധനമാണ് ജുഗുനു. വികൃതിൻ്റെ അങ്ങേ അറ്റാണ് ജുഗുനു. അല്ല ജുനു, വികൃതിക്കുട്ടനല്ലേ നീ? വികൃതിക്കുട്ടനല്ലേ നീ? ആണോ? വികൃതിക്കുട്ടനാണോ നീ? ഓക്കെ, ബൈ ബൈ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് വരാം. ബൈ. ഞാൻ ഒരു പത്തിരി എടുത്തുള്ളൂ ഗൈസ്, കാരണം എന്നെ പറഞ്ഞ് പറ്റിച്ച് ഇന്നലെ രാത്രി പുട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആർക്കും എന്നാണ് പറഞ്ഞത്. എനിക്ക് പത്തിരി വലിയ ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഒരു പത്തിരി കഴിക്കാം, എന്തെങ്കിലും കഴിക്കണ്ടേ? നമുക്ക് ഒരു പത്തിരി കഴിക്കാം. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഡാനിയൻ അവന് ഭ്രാന്ത. ഇങ്ങനെ ലൈക്ക് ടി വിയിൽ മറ്റേ സ്പീക്കറിൽ ഭയങ്കര സൗണ്ട് വിട്ടിട്ട് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. എപ്പോഴും അവനെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല പാട്ട്, വെറുതെ നിൽക്കുന്നതാണ്. എന്താ ചെയ്യാൻ, ഓരോരോ ജന്മങ്ങൾ. ഒരു വീഡിയോ എടുത്തതാണ് ഗൈസ്, അതാണ് മുഖത്ത് മേക്കപ്പൊക്കെ. അപ്പം അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനിരിക്കാം. ഞാൻ ഇന്നലെ ഗൈസ് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് റേസർ വെച്ചോ പറ്റിയതാ. രണ്ടോ മുറിഞ്ഞു ഗൈസ്, അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ വേറൊരു സ്ഥലത്ത് മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതുണ്ട്. എനിക്ക് ഭ്രാന്ത. അങ്ങനെ മുഖം നിറച്ചും മുറുകിപ്പിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. ഇനി നമുക്ക് പഠിക്കാനിരിക്കാം ഗൈസ്. അപ്പം ഞാൻ സ്റ്റഡി ടേബിളൊന്നും ഇരുന്നിച്ചല്ല പഠിക്കാറില്ല, ടേബിളോ ചെയറൊന്നും ഇരുന്നിച്ചൊന്നുമല്ല. ഞാൻ കട്ടിലാണ് ഗൈസ് ഇരുന്ന് പഠിക്കുക. എനിക്ക് അങ്ങനെ പഠിച്ചാലേ തലയിൽ കയറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യമൊക്കെ പണ്ടൊക്കെ അമ്മ കുറേ ചീത്ത പറയായിരുന്നു. ഇപ്പം ചീത്ത പറഞ്ഞു മടുത്ത് ഇപ്പം എന്തേലൊക്കെ ആയിക്കോട്ടെ എന്നാണ്. അപ്പം ഞാൻ കിടന്നിട്ടൊക്കെ പഠിക്കുക കട്ടില്ല. എന്നാലും എൻ്റെ ഒരു സ്ഥായി പൊസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ ചമ്മരം മടിഞ്ഞിരുന്നിട്ട് എൻ്റെ മേലെ ഒരു പില്ലോ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ബുക്ക് വെച്ചിട്ട് പഠിക്കും. സിമ്പിൾ. അപ്പം നമുക്ക് പഠിക്കാം ഗൈസ്. ഇനി ബിരിയാണി വാഴയിലയിൽ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കാരണം വാഴയിലേൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് വരും. നമുക്ക് എത്ര ചിക്കൻ പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 ചിക്കൻ പീസ്, ഒരു കാലുമുണ്ട് ഗൈസ്. 2 അമ്മാമ്മ ഇവിടെ ഇരുന്ന് സീരിയൽ കാണാം ഗൈസ്. ഇതാണ് അമ്മാമ്മേൻ്റെ ഫേവറേറ്റ് സീരിയൽ. എന്താ ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേരെന്താ പറ നിങ്ങളെ സീരിയലിൻ്റെ പേര് പറ. അതെ, ഏതോ ജന്മകാലത്ത്. അമ്മാമ്മ ഇടയ്ക്ക് ഇതൊക്കെ ഇരുന്ന് കരയൊക്കെ ചെയ്യും. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഭയങ്കര ടേസ്റ്റില്ല, കുഴപ്പമില്ല.
ഞാൻ ഗൈസ് ഓർഡർ ചെയ്തത് ഗുലാബ് ജാമുൻ ഫലൂഡ ആയിരുന്നു. ഫലൂഡ നേഷന്ന് അവൻ ബിരിയാണി. ഫലൂദ ഇപ്പം ഇങ്ങനെ കുടിക്കണം. ഐസ്ക്രീമൊക്കെ വെള്ളമായി. ഗുലാബ് ജാമുൻ ഫലൂഡൊക്കെ ആകെ അലിഞ്ഞ് വെള്ളമായി ഗൈസ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അലിയുമല്ലോ. അപ്പം പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് സാധനം, എനിക്കിഷ്ടമായി. കുറേ നട്ട്സും പിന്നെ മറ്റേ സേമിയവും പിന്നെ കുഞ്ഞു കുഞ്ഞു ഗുലാബ് ജാമുൻ്റെ പീസും ഒക്കെ ആയിട്ടിതാ. ഗുലാബ് ജാമുൻ്റെ പീസ് കിട്ടി ഗൈസ്, കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഗുലാബ് ജാമുൻ്റെ പീസും ഒക്കെ ആയിട്ട് സംഭവം കൊള്ളാം ഗൈസ്, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മോൻ എൻ്റെ അനിയൻ അവൻ വാങ്ങിച്ചത് സെക്കൻഡ്, അവൻ വാങ്ങിച്ചത് ബിരിയാണിയാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രി നമ്മളവിടെ ഉള്ളൊരു ബേക്കറിയിൽ നിന്ന് ഷവർമ വാങ്ങിച്ചു വെച്ചു. അതിന് ശേഷം എന്താണുള്ള ഗൈസ്, എൻ്റെ വയറ്റിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് രാവിലെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ട, എനിക്കാണെങ്കിൽ തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അപ്പം അവൻ ബിരിയാണി വെച്ച് ഞാൻ കുറച്ച് ബിരിയാണിയിൽ നിന്ന് കുറച്ച് ബിരിയാണി ഞാനും കഴിച്ചു ഗൈസ്. വേറെ കാര്യം, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് ഭയങ്കര. അതുകൊണ്ട് അപ്പോൾ ഗൈസ് ഞാൻ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോഴാണ് സമയം 3:51 പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, കുറേ ലൈക്ക് ഡ്രസ്സ് വാങ്ങിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എനിക്കിനി വയ്യ ഗൈസ്, ഉറക്കം വരുന്നത്. ഇനിയിപ്പോൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങാനില്ല പൊതുവെ രാവിലെ ഒന്നും. സംഭവം എന്നാൽ ഉറങ്ങാൻ ഇങ്ങനെ ലേറ്റായി. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ കണ്ടിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഫാമിലി അഫെയർ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ട് ലേറ്റായി, അത് കണ്ടു തീർത്തില്ല. പറയും പോലെ അത് ഇനി കണ്ടു തീർക്കണം. അപ്പം അങ്ങനെ ഞാൻ ഉറങ്ങാൻ ലേറ്റായി. കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് വന്നു അതുകൊണ്ട്. അപ്പം എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങിയൊക്കെ കഴിഞ്ഞെത്തുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ പോകാൻ പറ്റുന്ന ഒറ്റയ്ക്കല്ലേ പോകുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പോകണം ഗൈസ്, ബസ്സൊക്കെ കയറിയിട്ട്. അപ്പം പിന്നെ എത്താൻ ലേറ്റ് ആവും. അതുകൊണ്ട് ഇനിയിപ്പം നാളെ പോകാൻ വിചാരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും ഒന്നും നടക്കില്ല, അതിൻ്റെ നേരെ ഉൾട്ടെല്ലാം നടക്കുള്ളൂ. അതുകൊണ്ട് എനിക്കിതൊരു പുതുമയൊന്നുമല്ല ഗൈസ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഉറങ്ങാം. ഞാനങ്ങനെ ഗൈസ് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെന്താണ് കുളിച്ച് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ പിന്നെ അമ്പലത്തിൽ പോയായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ ഞാനൊന്നും കഴിക്കുന്നില്ല ഗൈസ്. ഇപ്പം സമയം എത്രയായി? 7:15. ഇനിയിപ്പം ഇനിയൊന്നും കഴിക്കുന്നില്ല. എൻ്റെ വയറൊക്കെ ഒരു സുഖമൊന്നുമില്ല. പിന്നെ ഫുള്ളാണ്, ഓൾറെഡി ഫുള്ളാണ്. ആ ഫലൂഡ കഴിച്ചതിൻ്റെ മത്തിലിങ്ങനെ ഇരിക്കുക ഞാൻ. ഇനി കാര്യമായിട്ടൊന്നുമില്ല. ഇനി നെറ്റ്ഫ്ലിക്സ് എടുക്കും, എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണും. ഞാൻ പറഞ്ഞില്ലേ ഫാമിലി അഫെയർ, അതിൻ്റെ ബാക്കി കണ്ടു തീർക്കാനുണ്ട്. അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേലൊക്കെ കിടന്നുറങ്ങും. അപ്പം ബൈ ബൈ ഗൈസ്. വീണ്ടും വേറെ ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് ഞാൻ വരാം. പിന്നെ എനിക്ക് നാളെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.